welcome to our channel. ഗൈസ്, നമുക്കിന്ന് നെടുങ്കുന്നംപള്ളി പെരുന്നാൾ കാണാൻ പോയാലോ? ഞാനും സഫിമോളും നെച്ചുമോളും കൂടെയാണ് പോകുന്നത്. എന്തായാലും ഞങ്ങൾ പോവല്ലേ, നിങ്ങളും കൂടെ പോരെ? ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. തേരാപ്പാര 3-4 വട്ടം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് പോലും ഒരു പാർക്കിംഗ് കിട്ടിയില്ല ഗൈസ്. അവസാനം ദൂരെ ഞങ്ങളൊരു പാർക്കിംഗ് കണ്ടുപിടിച്ചു. ഇത്രയും തിരക്കിനിടയിൽ അവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടിയത് ഭാഗ്യം. അവിടുന്ന് നടന്നു പോകുന്ന പോക്കാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളി മുഴുവൻ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ നെച്ചു അതിലെല്ലാം ഓടി നടന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. ലൈറ്റൊക്കെ കണ്ടിട്ട് നെച്ചുവിൻ്റെ ചിരി കണ്ടില്ലേ? അവിടുത്തെ ലൈറ്റിനേക്കാളിലും പ്രകാശമായിരുന്നു നെച്ചുവിൻ്റെ മുഖത്ത്. പിന്നെ സബി വീഡിയോയിലൊന്നും പെടാതെ മാറി മാറി നടക്കുമായിരുന്നു. നാളെ മാത്സിൻ്റെ എക്സാം ഉള്ള ടീമാണ് എൻ്റെ കൂടെ ഈ വീഡിയോയും പിടിച്ച് നടക്കുന്നത്. എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതൊന്നും അമ്മ വിഷമിക്കേണ്ട, ഞാൻ മാർക്കൊക്കെ മേടിച്ചോളാം. മാർക്ക് വരുമ്പോൾ ഈ ചിരി മുഖത്ത് കണ്ടില്ലെങ്കിൽ അപ്പോഴായിരിക്കും എൻ്റെ മുഖം മാറുന്നത്. എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടെങ്കിലും അവിടെ കൂട്ടുകാരികൾ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ പരുതുന്നുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് കൂട്ടുകാരികളെ ഒന്നും കണ്ടില്ല, കൂട്ടുകാരികളുടെ അച്ഛന്മാരെ രണ്ടുപേരെ കണ്ടു. അവളാണെങ്കിൽ അങ്ങോട്ടേ ഒന്ന് മിണ്ടി. അപ്പോൾ അവർ ചോദിക്കുന്നത്, നാളെ എക്സാം അല്ലേ, മോളെന്താ ഇതിലേ കറങ്ങി നടക്കുന്നതെന്ന്. അവർ ചോദിച്ചത് ശരിയല്ലേ, വീട്ടിലിരുന്ന് പഠിക്കാനുള്ളതിന് പെരുന്നാൾ കൂടി നടന്ന പേപ്പറിനകത്ത് മാർക്ക് കാണുമോ? അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം ചുറ്റിക്കറങ്ങി ഒന്ന് നടന്ന് കണ്ടു. എന്നോട് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും കഴിച്ചു. എനിക്ക് ചുമയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അകത്ത് ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല, പുറത്ത് സ്ക്രീനിൽ കാണാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഗാനമേള കണ്ടു. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. നാളെ നെച്ചുമേടത്തിന് എക്സാം ആണല്ലോ. അവൾക്കതിനെപ്പറ്റി ചിന്തയില്ലെങ്കിലും നമുക്ക് കുറച്ച് ചിന്ത വേണ്ടേ? അതുകൊണ്ട് എല്ലാം കൂടി ഞങ്ങൾ 1 മണിക്കൂറേ അവിടെ നിന്നുള്ളൂ. വേഗം തന്നെ ഇറങ്ങി. ചില സമയങ്ങളിലൊക്കെ എൻ്റെ സ്വഭാവം പിള്ളേരെക്കാളിലും കഷ്ടമായിട്ടോ. ആ സാധനം എനിക്ക് മേടിച്ചതാണ്. പിള്ളേർക്ക് 2 പേർക്കും കഴിഞ്ഞ പെരുന്നാളിന് മേടിച്ച് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നെച്ചു പിന്നെ അതൊക്കെ വെച്ച് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഉണ്ട്, കുറച്ച് മുന്നേ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു ഷേക്ക് മേടിച്ച് കുടിച്ചു. എന്നോട് ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞതാ. വരുന്ന വഴി മുഴുവൻ ചുമയായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിന്ന് കറങ്ങിയില്ല, നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ വരുന്നുണ്ടായിരിക്കും പെരുന്നാൾ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവൾ എന്തൊക്കെ കഥകളാണ് ഞങ്ങളോട് ഈ പറയുന്നതെന്ന്. അങ്കവും കാണാം, താളി ഓടിക്കുക എന്നല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.